ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം നോക്കി എങ്ങനെയാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ വന്നേക്കുന്നത് ദുബായിലെ മോട്ടോർ സിറ്റിയിലാണ്. അപ്പം ഏതാ പ്ലേസ് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ദുബായ് ഓട്ടോഡ്രോം. നമ്മളുണ്ടല്ലോ ഒരു കാർ റേസ് ഇവൻറ്റിനാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു 24 hours റേസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ റോട്ടേഴ്സിലെ വീഡിയോ എന്ന് പറയണത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു ഫ്രീ ഇവൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ടത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമുക്കൊരു പാസ് കിട്ടിയിട്ടുണ്ട്. ആ പാസ് ഇവിടെ കാണിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് കേട്ടോ. ഈ ഇവൻ്റ് ഉണ്ടല്ലോ ഹാൻകൂക്ക് എന്ന് പറഞ്ഞൊരു ടയർ കമ്പനി നടത്തുന്ന ഒരു ഇവൻ്റ് ആണ് കേട്ടോ. ഇത് 24 hours റേസ് ആണ്. പിന്നെ നമ്മുടെ ഈ ദുബായ് ഓട്ടോഡ്രോം എന്ന് പറയണമെന്നുണ്ടല്ലോ ഏകദേശം ഒരു 5.5 kilometer വന്ന ഒരു സർക്യൂട്ടാണ് കേട്ടോ. ഒരു എപ്പെക്സ് സർക്യൂട്ടിൻ്റെ മോഡലിലാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയേക്കണത്. ഈ റേസിംഗ് ട്രാക്ക് ഉണ്ടാക്കിയാണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 12 മണിക്ക് ഗ്രിഡ് വാക്ക് ഉണ്ട്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നല്ലോ കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം ഗൈസ് അകത്തേക്ക് കയറാനായിട്ട്. വാവ് ഗൈസ്, ഓ മൈ ഗോഡ്, നോക്ക് എന്ത് രസമാണ്. നോക്ക് സൗണ്ട് കേട്ടോ നിങ്ങള്. സോറി, ഇത് എങ്ങനെ ചെയ്യുന്ന തന്നെ അറിയുന്നില്ല. നോക്ക് നോക്ക് ഏകദേശം ഒരു 70 ടീംസ് ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന പോലില്ല, കാരണം അത്രയും തിരക്ക്. ഫെറാറിയുടെ കാറ്. ഈ എല്ലാ വണ്ടികൾക്കും അവരവരുടെ ഓരോ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു 10 to plus ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അകത്തേക്ക് നോക്കിയേ, ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക ഇതിലാണ് ഇതാക്കുന്നത്. എനിക്കൊന്ന് ഗ്ലെയർ അടിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ മാറി കേട്ടോ, ഒത്തിരി ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. സ്പോർട്സ് കാറിൽ പക്ഷേ പ്രത്യേക രസമാണ്. എല്ലാ കൺട്രീസിനുള്ള എൻട്രീസ് ഉണ്ട് കേട്ടോ. എല്ലാ കൺട്രീസിൽ നിന്നും ഇതൊന്ന് കൂടുതൽ യൂറോപ്യൻസ് ആണ് ഇവിടെ ഉള്ളത്, ഇതിന് പങ്കെടുക്കുന്നവരുണ്ടോ.
എന്തായാലും ഇഷ്ടമായി ഗൈസ്. നമ്മൾ സാധാരണ ഇങ്ങനെ കാറ് പൊക്കുന്നത് ഒരു ജാക്കി വെച്ചിട്ടാണല്ലോ പൊക്കുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിനെ എയർ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പൊക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ആ ടയർ ഇടാൻ പറ്റുന്നത്. കണ്ടോ? ഗൈസ്, ഇവർക്ക് വണ്ടി കണ്ടോ, പോർഷൻ്റെ GT3 ആണ് കേട്ടോ. അവർ മുകളിൽ ഒരു ചെറിയൊരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് രസം, ഭയങ്കര കളർഫുൾ അല്ലേ വണ്ടി, എന്ത് രസം കാണാനായിട്ട്. അവരുടെ ക്രൂ മെമ്പേഴ്സിന്റെ കളറും നമുക്ക് എന്താ പറയാ, ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ഈ സെയിം വണ്ടിയുടെ തന്നെ കളറായിട്ട്. ഗാലറിയിൽ എത്രയോ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പം ഗാലറിയിൽ ആരുമില്ല, എല്ലാവരും ഈ ഗ്രിഡ് വാക്കിലേക്ക് ഇറങ്ങിയേക്കാണ്. നല്ല പൊടിക്കാറ്റുണ്ട് ഗൈസ്, നല്ല പൊടിക്കാറ്റുണ്ട് ഇവിടെ. നമ്മൾ ഈ വണ്ടി ഇട്ടേക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഓരോ പോയിന്റ് ടേബിൾ അനുസരിച്ചാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കണ്ടോ, അതനുസരിച്ചാണ് ഇവർ ആ ഓർഡറിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഗൈസ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ട് അവർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. എന്തോ പ്രഷറും ഒക്കെ ഒരു ചെറിയ ഉണ്ട്, ഓട്ടോമാറ്റിക് സംഭവം പോലെ. ഫ്യൂവല് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഫ്യൂവല് ഇതേ അവർ ഇവിടെ നിന്നാണ് നിറയ്ക്കുന്നത്. ഇതും GT3 ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ Audi R8 ആണ് കേട്ടോ. അടുത്ത് പോർഷന്റെ വേറൊരു വണ്ടി. അതുണ്ടല്ലോ, ഇപ്പൊ ഇവരിവിടുന്ന് എല്ലാവരെയും എന്താ പറയാ, ഇവിടുന്ന് ഇറക്കുന്നുണ്ട്. കാരണം റേസിങ് തുടങ്ങാൻ ടൈമായി. എനിക്കിത് എത്രമാത്രം കവർ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല കേട്ടോ, കുറേ ഉണ്ട്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന നോക്കി എങ്ങനെയാണ്.
കുറെ വണ്ടികളുണ്ട്. എനിക്ക് കുറെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അതെ, ബാക്കിലേക്കൊക്കെ കുറെ ഉണ്ട്. കാരണം ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അവര് ഗ്രിഡ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞേ. കണ്ടോ, അവരവിടുന്ന് എല്ലാവരെയും വിടുകയാണ്. കാരണം റേസ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ എല്ലാവരും പൊസിഷനിലേക്ക് എടുത്ത് ചെയ്യുകയാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ഗാലറിയിൽ ആദ്യം കയറിയിട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ സീറ്റിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് വരുന്നുണ്ട്, എത്താറായിട്ടുണ്ട്. അവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഗാലറിയിൽ നിങ്ങൾ ഓരോരുത്തരുടെ സന്തോഷം നോക്ക്. ഇത് അത്രയും പ്രാന്തായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ വന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അതെ, അങ്ങനെയാണ് ആ സംഭവം റൗണ്ട് ചെയ്തിട്ട് വന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു റൗണ്ടാണ് ഇതുള്ളത്. മൊത്തം ഒരു 5.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ ഒരു ട്രാക്ക് എന്ന് പറയണത്. ഏറ്റവും ജസ്റ്റ് എന്താ പറയുക, സൗണ്ട് ഗൈസ്. പിന്നെ അതെ, ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ, ഈ ചില്ലിട്ട് കാണുന്ന ബിൽഡിങ്, അവിടെ എക്സ്ട്രാ പാസ് മീൻസ് ടിക്കറ്റ് എടുത്തവരാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ റേസിംഗ് ആൾക്കാരുടെ ക്രൂ മെമ്പേഴ്സും കൂടിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അവരിങ്ങനെ ഓരോ ടോൺ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നറിയില്ല. രക്ഷയില്ല കേട്ടോ. കണ്ടിന്യൂസ്ലി അവരിങ്ങനെ ടേൺ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ഫാസ്റ്റിലാണ് വന്നതെന്നറിയോ. അവിടെ ആ കോർണറിൽ തിരിയണ കാണാൻ ശരിക്കും
ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നില്ല. പക്ഷെ ആ ടീം വർക്കിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആട്ടോ ദേ ഈ കാണുന്നത്. നോക്കിയേ, അതായത് ഒരു കാർ വന്നിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ക്രൂ മെമ്പേഴ്സ് മൊത്തം വന്ന് ഷടപട വിത്തിൻ മിനിറ്റ്സിനുള്ളിലാണ് അത് മാറണത് കേട്ടോ. അപ്പോൾ അതിൽ ഓടിക്കുന്ന ഡ്രൈവർ എത്രമാത്രം ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കണം. അത്രയും അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ടി വിയിലൊക്കെയാണ് ഞാൻ കണ്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നേരിട്ട് കാണുന്നത് തന്നെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും സമയം. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഇങ്ങനെ ഒരു കാർ റേസ് ഗാലറിയിൽ ഇരുന്ന് കാണുന്നത് തന്നെ. പിന്നെ അതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതാ ഇപ്പോഴും എന്താ ആ സൗണ്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ആ ലാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഡ്രൈവറിനെ ചേഞ്ച് ആക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, അവരുടെ ആ യൂണിറ്റിൻ്റെ ടീം വർക്ക് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വളരെ നിമിഷ നേരം കൊണ്ടാണ് അവർ ആ ടയേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഡ്രൈവറൊക്കെ മാറി, എല്ലാവരും ഭയങ്കര ഒരു കോർഡിനേഷനാണ് കേട്ടോ. ആ ട്രസ്റ്റ് ഉണ്ടല്ലോ, പരസ്പരമുള്ള ട്രസ്റ്റ് ശരിക്കും ഹാറ്റ്സ് ഓഫ് ആണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് 24 hours ആണ്. നാളെയും കൂടി ഉണ്ട്. അത് നാളെ ഏകദേശം ഒരു വൈകിട്ട് വരെ ഉണ്ട് സംഭവം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.